Good afternoon. Good afternoon. Good afternoon, ma'am. Welcome back, teacher. എത്ര നാളായി കണ്ടിട്ട്? ആണോ? എത്ര നാളായി എനിക്ക് ഓർമ്മയില്ല. ലാസ്റ്റ് വീക്ക് വന്നില്ലായിരുന്നു. ലാസ്റ്റ് അല്ല, മാമിനെ കണ്ടിട്ട് ഇപ്പൊ 3-4 വീക്കായി. ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. മൈക്രോസ് മാമിനോട് മാം ലീവാണെന്ന് മാത്രം പറഞ്ഞു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നായിരുന്നു, അതാണ് ഞാൻ വരാതെ ഇരുന്നത്. പിന്നെ മോൾക്ക് കണ്ണിനൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ മിക്കപ്പോഴും അവൾക്ക് അപ്പോയിന്റ്മെന്റ് വരുന്നത് നിങ്ങളുടെ ക്ലാസ്സുള്ള ദിവസമായിരിക്കും. അപ്പൊ ഒട്ടും പറ്റില്ല. ഇവിടുന്ന് എറണാകുളം വരെ പോകണം, ഒരു 1 hour മുകളിൽ ജേർണി ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ക്ലാസ്സസ് ഒന്നും എടുത്തിട്ട് പോകാനും പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, എന്തായാലും അങ്ങനെ നമ്മൾക്ക് കണ്ടിന്യൂസ് വരുവാണെങ്കിൽ വേറൊരു മാർഗം ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. ആ ദിവസത്തെ ക്ലാസ് മാത്രം എനിക്കൊന്ന് നൈറ്റിൽ എടുക്കാൻ പെർമിറ്റ് ചെയ്യാമോ എന്ന് ഓഫീസിൽ ചോദിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നിങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അത് ചെയ്യുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ടൈമാണ് പറ്റുള്ളൂങ്കിൽ ഈ ടൈമിൽ തന്നെ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കണ്ടിന്യൂസ് അങ്ങനെ വരുവാണെങ്കിൽ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. Okay, fine. Okay, thank you so much. Thank you for the concern. So we can start. ആരാ പ്രയർ റെഡി ആയിട്ടുള്ളത്? ഞാൻ ചെയ്യാം. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ചെല്ലാം മാം. യെസ് പ്ലീസ്. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഓക്കെ മാം. ഞാനാണ് മാം, സൽമ. പാരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയുന്നു. മക്കൾ പഠിച്ച് ഉന്നത നിലയിലെത്തണമെന്നാണ് നമ്മൾ മാതാപിതാക്കളെല്ലാം ആഗ്രഹിക്കുന്നത്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവരുടെ ഭാവിയെക്കുറിച്ച് 1000 സ്വപ്നങ്ങൾ നമ്മൾ രക്ഷിതാക്കള് നെയ്തുകൂട്ടാറുണ്ട്. പിഞ്ചുബാല്യം പിച്ചുവെച്ച് തുടങ്ങുന്നത് തന്നെ മാതാപിതാക്കൾ സ്വരുക്കൂട്ടി വെച്ച ധാരാളം സ്വപ്നങ്ങളിലാണ്. എന്നാൽ മക്കൾ വളരേണ്ടത് രക്ഷിതാക്കളുടെ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഉത്തരാധുനിക ശിശു കേന്ദ്രീകൃത പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മളും അവരും ജീവിക്കുന്ന ലോകം തികച്ചും വ്യത്യസ്തമാണ്. ഉത്തരാധുനിക യുഗം പിറന്നതോടെ ഒരു പതിറ്റാണ്ട് കൊണ്ട് ലോകത്തിന് നൂറ്റാണ്ടുകളുടെ മാറ്റമാണ് വന്നു ചേരുന്നത്. മുതിർന്നവർക്ക് പക്ഷേ അതിന്റെ കൂടെ ഓടിയെത്താൻ സാധിക്കാറില്ല. എന്നാൽ ജനിക്കുന്ന കാലത്തോട് മത്സരിക്കാൻ പറ്റും വിധമാണ് ഓരോ കുഞ്ഞും പിറവി കൊള്ളുന്നത്. അവന്റെ ചിന്തകൾക്ക് നമ്മൾ അതിര് വെക്കാതിരുന്നാൽ മതി. ഹോമർ ഹിക്കാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയയിൽ താമസിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഖനി തൊഴിലാളിയുടെ മകനാണ്. തന്റെ പോലെ ആ മകനും ഖനിയിൽ തൊഴിലെടുത്ത് ജീവിതത്തിൽ വിജയിക്കണം എന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. പക്ഷെ കുഞ്ഞു ഹോമറിന് വാന നിരീക്ഷണമായിരുന്നു ഹോബി. അവന്റെ ഇഷ്ടം അതായിരുന്നു. ഭൗമോപരിതലത്തിൽ ഉള്ള ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചതോടെ ബാലനായിരുന്ന അവന്റെ ചിന്തകൾ റോക്കറ്റുകൾ കണക്കെ മാനത്തേക്ക് ഉയർന്നു. തുടർന്ന് റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിലായി അവന്റെ ചിന്ത. നക്ഷത്രങ്ങളെ സ്വപ്നം കാണുന്നത് നിർത്തി ഖനിയിലേക്ക് ഇറങ്ങി വാ എന്ന് എപ്പോഴും പിതാവ് ഉപദേശിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ആ മോഹം കൈവിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അവസാനം അവനത് നേടിയെടുത്തു. ഒടുവിൽ തന്റെ ടീം തയ്യാറാക്കിയ റോക്കറ്റ് വാനലോകത്തേക്ക് വിക്ഷേപിക്കുമ്പോൾ പുറകിൽ ജനസഹസ്രങ്ങളിൽ ഒരാളായിട്ട് ആ പിതാവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയുടെ മുൻ എഞ്ചിനീയറാണ് ഹോമർ. റോക്കറ്റ് ബോയ്സ് എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു കാലത്ത് ബെസ്റ്റ് സെല്ലറായി ഇടം പിടിച്ച ഗ്രന്ഥമാണ്. പക്ഷെ കടുംപിടുത്തമായ അദ്ദേഹത്തിന്റെ പിതാവ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആരും അറിയാതെ ഏതെങ്കിലും ഒരു ഖനിയിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ കഴിവുകളും താല്പര്യങ്ങളും രക്ഷിതാക്കൾ തിരിച്ചറിയണം. അതനുസരിച്ച് മാത്രം അവരുടെ ഭാവി പ്ലാൻ ചെയ്യണം. ആദ്യം സ്വപ്നം അവരുടേതാവണം, എന്നിട്ടാവും രക്ഷിതാക്കളുടെ സ്വപ്നം. താങ്ക് യു. ഓക്കെ, സ്ഫടികം മൂവിയിലെ മോഹൻലാലിന്റെ ലൈഫ് സ്പോയിൽ ആയതുപോലെ വന്നില്ല അല്ലെ? അവിടെ
മോഹൻലാലിന്റെ അച്ഛൻ കടുപ്പിടുത്തം പിടിച്ചു, അങ്ങനെ ആളുടെ ലൈഫേ സ്പോയിലായി. ഓക്കെ ഫൈൻ, വെരി നൈസ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. എനിവേ ഇത്രയും ആയപ്പോ നമ്മൾ എവിടെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല, നിങ്ങൾക്കുണ്ടോ? എവിടെയായിരുന്നു, എവിടെ വരെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ആയിട്ടില്ല. ഷെയർ ചെയ്യാട്ടോ. ഓക്കെ, ഇത് എവിടം വരെയായി? ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് പേജ് ഓക്കെ, സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ പറഞ്ഞെന്നുള്ളത്? സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സ്കൂളിൽ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, കുട്ടികളിൽ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, ഹൈജീന്റെ കാര്യങ്ങള്. അത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണോ? അത് തന്നെ. യൂണിറ്റ് 2 അല്ലേ? ആണോ? ഈ ചാപ്റ്റർ തന്നെയായിരുന്നല്ലോ യൂണിറ്റ് 6. എനിക്കും ഓർമ്മയില്ല. യൂണിറ്റ് 6 കാരണം ആ ഫസ്റ്റ് മിസ് പറഞ്ഞതിന്റെ ചെറുതൊക്കെ ആ സൈഡിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം. യൂണിറ്റ് 6 ഫസ്റ്റ് പേജ് ആണ് കഴിഞ്ഞെന്ന് പറഞ്ഞു. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. നിങ്ങളുടെ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ടാണ്, അത് കറക്റ്റ് ചെയ്യുക. മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ അതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ ഒരു 4th ലൈനിൽ വരുമ്പോ മെന്റൽ ഹെൽത്ത് എന്ന് കാണുന്നത് മെന്റൽ ഇൽനെസ് എന്നാക്കുക. അതെല്ലാം ചെയ്തല്ലോ. അതൊക്കെ ചെയ്തായിരുന്നു. ആ പേജ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതായത് നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം, റൂട്ട്, വഴി ആണ് മെന്റൽ ഹൈജീൻ. നമ്മൾ നേരത്തെ ശരീരത്തിന്റെ ആരോഗ്യം, ഹൈജീൻ ഒക്കെ പഠിച്ചു അല്ലെ? അപ്പൊ അവിടെ നമ്മൾ അത് തന്നെയായിരുന്നു. ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിരിക്കുന്നതിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത്, റൂട്ട്, മീൻസ്, വേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെന്റലി ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ മെന്റലി ഹൈജീൻ ആയിരിക്കണം. അപ്പൊ എന്താ ശരിക്കും മെന്റലി ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്താ ഉദ്ദേശിക്കുന്നത് മെന്റലി ഹൈജീൻ? നമ്മുടെ മനസ്സിന് ഹൈജീൻ ഉണ്ടാകണം. അങ്ങനെ എന്താ ചെയ്യാ? ആവശ്യമില്ലാത്ത തോട്ട്സ് ഒക്കെ വരാൻ സമ്മതിക്കരുത്. മാക്സിമം പോസിറ്റീവ് തോട്ട്സ് വരാനായിട്ട് ശ്രമിക്കണം. നെഗറ്റീവ്സ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അത് മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഓവർലോഡ് ആവരുത് എന്ന് പറയുമല്ലോ. അത് പോസിറ്റീവായിട്ടല്ല വരിക, നെഗറ്റീവായിട്ടാണ് വരിക. അപ്പൊ അതുപോലെ മാക്സിമം ഓവർ കോൺഷ്യസ് ആവാതിരിക്കുക, ഒരുപാട് വേണ്ടാത്ത തോട്ട്സിനെ എടുത്ത് കളയുക. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്ന ന്യൂട്രിയൻസ് അത് പോസിറ്റീവ് ആയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത് അല്ലെ? പോസിറ്റീവ്. നമ്മുടെ ഹൃദയം
പ്യൂരിഫൈഡ് ആയിരിക്കണം, മനസ്സ് പ്യൂരിഫൈഡ് ആയിരിക്കണം. ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്യൂരിഫൈഡ് ഹാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ ഡിഫറൻസോടുകൂടി, അവർക്ക് പല ഡിഫറൻസ് ഉണ്ടാകും, അവരുടെ എബിലിറ്റികളിൽ ചേഞ്ചസ് ഉണ്ടാകും. കുറച്ച് കുട്ടികൾക്ക് കപ്പാസിറ്റി ലോ ആയിരിക്കും, കുറച്ച് കുട്ടികൾ ഹൈ ആയിരിക്കും, ചിലർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചിലർ വയലന്റ് നേച്ചർ ആയിരിക്കും, അജിറ്റേറ്റിംഗ് ആയിരിക്കും, ഡിസ്റ്റർബിങ് നേച്ചർ ഉണ്ടാവും, ഡിസ്ട്രോയിങ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയിക്കുക, മറ്റു കുട്ടികളെ തള്ളുക, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അങ്ങനെ പല എന്താ പറയാ ഒരു ബിഹേവിയർ ആയിട്ടായിരിക്കും കുട്ടികൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അവരെ നമുക്ക് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ്, അതിനുശേഷം അവരിൽ നമ്മൾ ഇന്റർവെൻഷൻസ് ചെയ്യുവാണ്. നമ്മൾ അവരെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടുപോയി അവരെ പലതും എക്സ്പീരിയൻസ് ചെയ്ത് പല ആക്ടിവിറ്റീസ് ചെയ്യിച്ചാണ് അവരെല്ലാം ഈ ഇങ്ങനെയുള്ള ഇൻഡിഫറൻസസ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, മറിയ മോണ്ടിസോറിയും ഇത് തന്നെയായിരുന്നു ചെയ്തത്. മോണ്ടിസോറി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു കുട്ടികളെ, നോർമലൈസ്ഡ് കുട്ടികളെന്നും അതുപോലെ തന്നെ ഡീവിയേറ്റഡ് കുട്ടികളും. മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളിലും ടോപ്പ് ആകുക, പെർഫെക്റ്റ് ആകുക, അങ്ങനെയായിരുന്നില്ല മറിയ മോണ്ടിസോറി പറഞ്ഞ നോർമലൈസ്ഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ ഒരു ആക്ടിവിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യുക, ചുറ്റുമുള്ളതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്ത ആക്ടിവിറ്റി കുട്ടികൾക്ക് തന്നെ സെലക്ട് ചെയ്യാമായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികളെയാണ് മറിയ മോണ്ടിസോറി നോർമലൈസ്ഡ് എന്ന് പറഞ്ഞത്. ഇനി ഡീവിയേറ്റഡ് കുട്ടികളിൽ അതിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഭയങ്കര ലേസി, സ്ലീപ്പി, ഒരു ശല്യമില്ല, ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, വളരെ വീക്കായിരിക്കും, ഈവൻ അവരുടെ ഫിസിക് വരെയും ഒരു വീക്ക് ആയിരിക്കും, ആ ഒരു ന്യൂട്രിയൻസിന്റെ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾ വളരെ ഹൈപ്പർ ആയിരിക്കും, ബ്രൈറ്റ് ഉള്ളവരുണ്ട്, ഹൈപ്പർ ആയിട്ട് അങ്ങനെയുണ്ട്. ഇവരെയാണ് മറിയ മോണ്ടിസോറി വീക്ക് കാറ്റഗറിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവരില് നോർമലൈസ്ഡ് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് സ്വയമേ പോയി സെലക്ട് ചെയ്യാമായിരുന്നു, ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ വീക്ക് ആയിട്ടുള്ള കുട്ടികൾ, ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി കൊടുക്കുവാണ്, അവരുടെ രീതികൾക്കനുസരിച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് കുറെ അങ്ങ് കഴിയുമ്പോഴേക്കും ഇവര് ഇതുപോലെ തന്നെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാനായിട്ട് തുടങ്ങും, ചുറ്റുമുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ. അപ്പോഴാണ് അവരെ നോർമലൈസ്ഡ് ആണെന്ന് പറയുന്നത്. അതിന് മേ ബി 2-3 months ഒക്കെ എടുക്കും. പെട്ടെന്ന് എന്നൊരു ദിവസം കൊടുത്തു അപ്പൊ ചെയ്യുന്നല്ല, ചിലപ്പോ കൊടുത്താൽ അവരത് പാതി വഴിക്കിട്ടിട്ട് കുടിക്കും. ഞാൻ ലാസ്റ്റ് ഒരു മൂവി കണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്, സർക്കിട്ട് എന്നുള്ള മൂവിയായിരുന്നു, നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ മൂവിയില് ഒരു ആളും ഒരു കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. ഈ കുട്ടിക്ക് ADHD പ്രോബ്ലം ഉണ്ട്, അറ്റൻഷൻ ഡിസർട്ടീവ്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, ആ ഒരു പ്രോബ്ലം. ഈ പ്രശ്നം കാരണം കുട്ടിയെ പാരന്റ്സ് അവരില്ലാത്ത സമയത്ത് വീടിന്റെ ഒരു റൂമില് അടച്ചിടാറാണ് പതിവ്. ഒരു റൂമിനകത്ത് അടച്ചിടും, കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകില്ല, സോഷ്യലൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ പുറത്തുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, അങ്ങനെ വരുന്നു. ഈ കുട്ടിയും, ഞാൻ സ്പോയിലർ ആകാൻ ആഗ്രഹിക്കുന്നില്ല, കുട്ടിയും ഈ മൂവിയിലെ ഒരു ക്യാരക്ടറും കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നതും ഒരു രാത്രി മുഴുവൻ ഈ കുട്ടിയും കൊണ്ട് ആൾക്ക് പുറത്ത് മുഴുവൻ ചുറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുവാണ്. അങ്ങനെ വന്ന സമയത്താണ് ഈ കുട്ടിയുടെ ഈ പ്രശ്നം സോർട്ട് ഔട്ട് ആവുക. അവൻ ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത്. അപ്പൊ അവന് ഒത്തിരി മാറ്റങ്ങൾ വരുന്നു, അങ്ങനെ അവന് ചേഞ്ചസ് ഉണ്ടാകുകയാണ്. അപ്പൊ അത് അവനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു അനുവദിച്ചു കഴിഞ്ഞപ്പോ ചുറ്റും അവനെ കാണാനായിട്ടുള്ള ഒരു സമ്മതം കിട്ടും. പാരന്റ്സ് അടച്ചിട്ടിരിക്കുവായിരുന്നു, അതിൽ നിന്നും അവൻ പുറത്തിറങ്ങി അവൻ ആദ്യമായിട്ട് ആകാശം കാണുവാണ്, രാത്രിയിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം കാണുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനുണ്ടായ ഒരു സന്തോഷം, ആ കുട്ടിയുടെ ലൈഫ് അങ്ങനെ മാറുന്ന ഒരു ഇത്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു എൻവയോൺമെന്റിലൂടെ കടന്നപ്പോ അവനിൽ ഉണ്ടായിരുന്ന ആ ഡെഫിസിറ്റ്, അവന്റെ ആ ഒരു പ്രശ്നം, അത് വളരെയധികം മാറി. അവൻ നോർമൽ, ഇപ്പൊ പറഞ്ഞ നോർമൽ എന്നുള്ളതിലേക്ക് ആയി വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മളൊരു ടീച്ചറും ചെയ്യേണ്ടത്. ആ ഒരു കുഞ്ഞെങ്ങനെയാണോ അതിനെ മനസ്സിലാക്കി അവൻ എന്താണോ നീഡ്സ്, അവന്റെ ഡെവലപ്മെന്റിന് സഹായകമാകുന്ന, ഡിസൈറബിൾ ആകുന്ന നീഡ്സ് എന്താണോ അത് അവന് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടുവാവ ഉണ്ടാവുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് അല്ലേ?
ആ കുട്ടി വലുതാകുന്നതിനനുസരിച്ച് ഇതുപോലെ നമ്മള് അവന്റെ ലോകം ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അവനൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവൻ പലപ്പോഴും ഫിസിക്കലിയും ഡെവലപ്മെന്റ് അറസ്റ്റ് ചെയ്യപ്പെടും, തടയും. അതുപോലെ തന്നെ മെന്റലിയുമുള്ള ഡെവലപ്മെന്റിന് ബുദ്ധിമുട്ടാവും. ഞാൻ എന്റെ വീടിനടുത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ മോനും ഒരു 2 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞ് ബേബി ഉണ്ടായിരുന്ന സമയത്ത് മൂത്ത കൊച്ച് ഒരു LKG പോകുന്ന ഒരു പ്രായമായിരുന്നു കേട്ടോ. LKG പോകുന്നതിന് മുമ്പ്, അതായത് 3.5 years വരെ ഇവര് കുട്ടിയെ മുറ്റത്ത് പോലും ഇറക്കില്ല. ആ വീടിനകത്ത് ചെരുപ്പിട്ടാണ് നടക്കുന്നത്. അപ്പൊ വീടിനകത്ത് തന്നെ, അവൻ പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല. എവിടെയെങ്കിലും അവർ പോവുകയാണെങ്കിൽ തന്നെ നേരെ കാറിലേക്ക് കയറും, അത്രേ ഉള്ളൂ. വീടാണെങ്കിൽ നല്ല മുറ്റമൊക്കെ നല്ല ലോൺ ചെയ്ത് നല്ല പോലെ പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത വീടാണ്. അപ്പം നല്ല നീറ്റാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാ. അവിടെ പോലും കുഞ്ഞിനെ ഇവർ ഇറക്കില്ല. അങ്ങനെ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിൽ ഇവന്റെ പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരും അവിടെ മുറ്റത്ത് കളിക്കുന്നു, അങ്ങനെ മണ്ണിൽ കളിക്കുന്നു, മഴയത്ത് കളിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞിന് മാത്രമേ എപ്പോഴും അസുഖമാണ്. ഈ പുറത്തേക്ക് ഇറക്കാത്ത കുട്ടിക്ക് എപ്പോഴും ഇൻഫെക്ഷൻസും എപ്പോഴും അസുഖമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം. ആ കുട്ടിയുടെ അമ്മയുടെ സമപ്രായക്കാരായിട്ട് മറ്റു കുട്ടികളുടെ അമ്മമാരുണ്ടല്ലോ, ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് വിട്ടു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊച്ചിന് നടക്കാൻ പറ്റുന്നില്ല. ആ മുറ്റത്തെ മണ്ണിലൂടെ അവന് കാല് വെക്കാൻ പറ്റുന്നില്ല. അവന് കാല് വേദന എടുക്കുക. കാരണം അവൻ ഒരിക്കലും മണ്ണ് തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി. അപ്പൊ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ മക്കളെ വളർത്തണം. മറിയ മോണ്ടിസോറിയും അത് തന്നെയാണ് പറഞ്ഞത്. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും കുട്ടികളെ. അത് അവരുടെ ഡെവലപ്മെന്റിനെ സഹായിക്കും. നേച്ചർ ഇൻസ്പയർസ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ഏതൊരു സമയത്തും നേച്ചർ, ചുറ്റുമുള്ള എൻവയോൺമെന്റ്, പ്രകൃതി കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെന്നാ പറയുന്നത്. അവരെല്ലാം കാണുന്നു, കേൾക്കുന്നു, കളർ, ശബ്ദം ഒക്കെ പുറത്തുനിന്ന് കേൾക്കുന്നു. ഇലകൾ, പൂക്കൾ, തുമ്പി, ഉറുമ്പ്, ഇതിനെയൊക്കെ കാണും. ഈ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ചെറിയ സാധനങ്ങൾ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം നമുക്ക് കാണാം. മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാനായിട്ട് അവന്റെ ചുറ്റുമുള്ള ലോകം അവനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്കൂളുകളെ ഫോക്കസ് ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും മെന്റൽ ഹൈജീന്റെ റോളും നമുക്ക് ആ ഒരു റൂട്ട്, നമ്മുടെ മാർഗം എന്നുള്ളതാണ് ആ മെന്റൽ ഹൈജീൻ. അതാണ് നമ്മൾ പറഞ്ഞു. അതില് ക്രൂ ആൻഡ് ക്രോ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് എഡ്യൂക്കേറ്റർ, അവര് 2 പേരാണ്, ലെസ്റ്റർ ഡി ക്രോയും ആലീസ് വി ക്രോയും. അവർ എഴുതിയ ഒരു ബുക്കില്, ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയില് ബുക്സ് എഴുതിയിട്ടുണ്ട്. അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ആണ്. നമുക്ക് എന്താ എപ്പോഴും വേണ്ടേ? വെൽഫെയർ അല്ലെ? സുഖം, സന്തോഷം, സമാധാനം, എല്ലാ ആളുകളുടെയും ക്ഷേമം. അതാണ് വെൽഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. എപ്പോഴും നമുക്ക് ഈ സുഖം, സന്തോഷം, സമാധാനം ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഈ അപ്പ് ആൻഡ് ഡൗൺസിൽ നമുക്ക് ഒരു ഡൗൺ, ഒരു ഫെയിലിയർ, ഒരു ലോസ്, ഒരു സങ്കടം, വിഷമം ഉണ്ടാകുമ്പോൾ ഹൗ വി മാനേജ് ദാറ്റ് പ്രഷർ അല്ലെങ്കിൽ ദാറ്റ് സ്ട്രെസ്, ആ സ്ട്രെസ്, ആ ഒരു ടെൻഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമുക്ക് വരുന്ന നമ്മളുടെ സിറ്റുവേഷൻസിനെ, വരുന്ന സർക്കംസ്റ്റാൻസസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതാണ് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എല്ലാവർക്കും ഒരുപോലെ വരുന്ന ഒരു ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഫിയർ ആയിരിക്കണമെന്നില്ല വേറൊരാളുടെ ഫിയർ. ഓക്കെ, എനിക്ക് ഉണ്ടാകുന്ന ടെൻഷന്റെ അളവായിരിക്കില്ല വേറൊരാൾക്ക്. ഞാൻ ഒരു എക്സാം എഴുതി, ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി എഴുതി, പക്ഷെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയി. എന്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും എഴുതി, ആൾക്കും ഇതേ അവസ്ഥ, ഭയങ്കര ടഫായിരുന്നു. ബട്ട് ഷീ ഈസ് വെരി കൂൾ. ഓ, അത് സാരമില്ല, നെക്സ്റ്റ് ഇറ്റ് ഹാപ്പൻസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഒരാള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി, ഒരാൾ അതിനെ പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്തു. ആ വന്ന ഒരു സ്ട്രെസ് മാനേജ് ചെയ്തു. അതാണ് ഓരോ വ്യക്തികളിലും ഈ സ്ട്രെസ് മാനേജ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ചിലർക്ക് അത് തന്നെത്താനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അവരാരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഒരു ആശ്വാസം കിട്ടും. പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറയില്ലേ? വെന്റിലേറ്റ് ചെയ്യുന്നു അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ മുഴുവൻ നമ്മൾ വെന്റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്കതൊന്നും ഒരാളോട് പറഞ്ഞപ്പോ സമാധാനമായിരുന്നു. ചിലര് പറയുന്നതല്ലേ. ചിലർക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും, അവരോട് പറയുന്നു. അല്ലെങ്കിൽ
ഒരു ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നു, കുറച്ചു നേരം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു റിലീജിയസ് ബിലീഫ് ഉണ്ടെങ്കിൽ അതിനെ വിശ്വസിച്ച് നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളിൽ പോകുന്നു, പള്ളിയിലോ അമ്പലത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ പോകും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു കോർണറിൽ ഇരുന്ന് സൈലന്റ് ആയിട്ട് നമ്മൾ പ്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെ പല പല മെത്തേഡ്സ് നമ്മൾ ഇതാക്കും സ്ട്രെസ് നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട്. ചിലർക്ക് അപ്പോഴും പറ്റാതെ വരുന്നു. അപ്പോഴാണ് കേൾക്കാനായിട്ട് ഒരാളെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കും. ഇനി ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ ഒരു സങ്കടം, വിഷമം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് കേൾക്കാൻ ഒരാളില്ല, ഇത് തന്നെ ഇരുന്ന് ചിന്തിച്ച് ആള് ഡിപ്രഷനിലേക്ക് പോകും. ഈ ഡിപ്രഷൻ നമ്മളെല്ലാരും ഡിപ്രസീവ് മൂഡിലേക്ക് പോവാറുണ്ടല്ലേ. നമ്മൾ സംഭവം അത് മാനേജ് ചെയ്യും. ഇനി അത് മാനേജ് ചെയ്യാതെ വരുമ്പോൾ പിന്നീട് അത് കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ട് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോഴാണ് പിന്നെ മെഡിക്കേഷൻസിന്റെ തെറാപ്പിയുടെ ഒക്കെ ആവശ്യം വരുന്നത്. അതും മനസ്സിലാകാതെ വരുന്നു. നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു വ്യക്തിയിൽ അത് നമ്മൾക്ക് മനസ്സിലാകാതെ വരുന്നു എന്ന് പറഞ്ഞാൽ അയാളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അയാൾക്ക് പറ്റാതെ വരുന്നു. ചിലപ്പോൾ കുളിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല, ആളുകളെ കാണുമ്പോൾ പേടി, ഫോൺ എടുക്കുന്നില്ല, ആൻസർ ചെയ്യുന്നില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ ചിലപ്പോൾ പോവാറുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒരു മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അത് തെറാപ്പി സെഷനിലേക്കൊക്കെ പോകും. അവിടെയും ഒന്നും ചെയ്തിട്ടില്ല, ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ തോട്ട്സ് ആയിട്ട് മാറും. ലൈഫ് വേണ്ട എന്നൊരു തോട്ട്സിലേക്ക് പോകും. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള തോട്ട്സ് വന്നു. തോട്ട്സ് കൂടി തോട്ട്സും മീൻസും കൂടിയായി. അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടുപിടിക്കലായി. അങ്ങനെയാണ് പലപ്പോഴും ആളുകൾക്ക് ഈ ഡിപ്രഷൻ വന്ന് ഇവരെ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകുന്നത്. ഇനി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, അത് നടന്നില്ല, അപ്പോഴും വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണോ ആ റൂട്ടീന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുവാണെങ്കിൽ, അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ആ ഒരു ടോപ്പിക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് ആ ടോപ്പിക്. ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയില്ല, നമുക്ക് ഇതിന്റെ കൂടെ ഇല്ല. ബട്ട് ഞാൻ അതിന് ഇന്ത്യയിലായിട്ടൊരു PDF ഉണ്ട്. അതൊരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന്റെയാണ്. അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് അത് നല്ലൊരു റെഫറൻസും ആയിരിക്കും. അതായത് മുന്നിൽ വരുന്ന ഒരാള്, മനസ്സ് മുറിവേറ്റ് വരുന്ന ഒരാളെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത്. അതിന് നമുക്ക് വേണ്ടത് ആ ഒരു കെയറിങ്, കമ്പാഷൻ, എമ്പതി, ആ രീതിയിലുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു മക്കള് വരും നമ്മുടെ മുന്നിലല്ലേ. നമ്മള് പ്രീ സ്കൂൾ KG സെഷനിലാ പോകുന്നെങ്കിൽ 3 വയസ്സ് 4 വയസ്സ് അവർ 5 വയസ്സിനുള്ളിലുള്ള കുട്ടികളായിരിക്കും. ബട്ട് അവര് ചിലപ്പോൾ കടന്നു പോകുന്നത് ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര പ്രശ്നങ്ങൾ പലപ്പോഴും കുഞ്ഞുങ്ങളിലുണ്ട്. വലിയ ആളുകളിൽ അത്രയും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 6 വയസ്സുകാരൻ എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത കഥ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും വിറച്ചു പോവുമായിരുന്നു. അപ്പം അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും, ഇങ്ങനെ ചെയ്യാൻ പോകും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഈശ്വര, ഈ കുട്ടികളെല്ലാം ഇതിലൂടെ കടന്നു പോവുകയാണോ, ഇവരെ ഒന്ന് ശ്രദ്ധിച്ചോളെ ദൈവമേ എന്ന് പറയാനാണ് നമുക്ക് തോന്നുന്നത്. എല്ലായിടത്തും ആർക്കും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പലതും, വളരെ കൊച്ചു കുട്ടികൾ ചെയ്യുന്ന കാര്യം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോള് ചെയ്ത തന്നെ കൊറോണ സമയം, കോവിഡ് കാലഘട്ടം കുട്ടികളെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ വിക്ടിംസ് ആയിട്ട് കുറെ ആള് പലപ്പോഴും ലേണിംഗ് ഡിസോർഡർ സംഭവിച്ച ഒരു കുറച്ച് വിഭാഗം ഇപ്പോഴുണ്ട്. ആ ഒരു കോവിഡ് സമയത്ത് ഞാൻ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യൻ, അതിന്റെ ഈ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റാ, നല്ല പോലെ വരയ്ക്കും. അന്ന് ആ ടൈമിൽ ആ കുട്ടി 9th ആയിട്ടിരുന്നു. എന്റെ മോളുടെ പ്രായം, എന്റെ മോൾക്ക് ഇപ്പൊ 18 വയസ്സായി. ആ കോവിഡ് സമയത്ത് 8th സ്റ്റാൻഡേർഡ് 9th ആ ഒരു ടൈമായിരുന്നു. അപ്പൊ ഈ കുട്ടി നന്നായി വരയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇവള് എപ്പോഴും കൃഷ്ണനെയാട്ടോ വരയ്ക്കുന്നത്. ഭയങ്കര രസം, ഒരു പ്രത്യേക കണ്ണുകളാണ് അവള് വരച്ച കണ്ണന്റെ കണ്ണുകൾക്ക്. അപ്പൊ വരച്ച പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരുമായിരുന്നു എന്റെ ഫ്രണ്ട്. അപ്പൊ ഞാൻ പറയും നല്ലപോലെ വരയ്ക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് മടിയാണ്. അപ്പൊ ഞാൻ ഈ മോളോട് സംസാരിച്ചു തുടങ്ങി, ഫോണിലൂടെ കേട്ടോ. മോള് ഇനിയും വരയ്ക്കണം, കൃഷ്ണനെയാണോ ഏറ്റവും ഇഷ്ടം വരയ്ക്കാന്ന് വെച്ചപ്പോ കുട്ടി അതേന്ന് പറഞ്ഞു. കൃഷ്ണന്റെ പല പല ഭാവങ്ങള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഭഗവാന്റെ അത്രയും ഭാവങ്ങളൊന്നും. അപ്പൊ അവളുടെ ഒരു ഇമാജിനേഷനിൽ അവള് കൃഷ്ണനെ വരയ്ക്കുന്നതാണ്. ഭയങ്കര ഓരോ ഫേസും ഓരോ എക്സ്പ്രഷൻ കാണിക്കുന്ന രീതിയിൽ.
അങ്ങനെ വരച്ച് പിന്നെ ഇവള് എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പൊ പറയുമ്പോൾ ഇവളുടെ അച്ഛൻ എന്നോട് പറയും അവള് ഭയങ്കര മടിച്ചിയാണ് വരയ്ക്കാൻ, ജിഷ പറയുമ്പോഴാണ് അവള് വരയ്ക്കുന്നതെന്ന് പറയും. ഒരു ദിവസം ഞാൻ കേൾക്കുന്ന ന്യൂസ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നാണ്. അവരുടെ വീടിന്റെ ജനലില് ഷോള് ഇതാക്കിയിട്ടാണ് സൂയിസൈഡ് ചെയ്തത്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് അത് തലേ ദിവസം വരെയും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഈ ജനലില് ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് സൂയിസൈഡ് ചെയ്തപ്പോഴേക്കും ഭയങ്കര വിഷമമായി. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവള് കോവിഡ് സമയമാകുമ്പോ കുട്ടികൾ ഭയങ്കരമായിട്ട് ഗാഡ്ജറ്റ്സിന് അഡിക്ഷൻ ആയല്ലോ, മൊബൈല് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അത്രേ. ഈ മൊബൈലിന്റെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പാരന്റ്സ് പ്രൊമോട്ട് ചെയ്തത്. അപ്പൊ എന്റെ ഒരു സപ്പോർട്ടും അതിനകത്ത് വന്നു. അവള് വരയ്ക്കാനായിട്ട് തുടങ്ങി. എന്തോ ഒരു എന്നാലും മൊബൈൽ അവര് മാറ്റി നിർത്തുന്നില്ലല്ലോ. അപ്പൊ വഴക്ക് പറഞ്ഞു. മൊബൈൽ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്ന കണ്ടുകൊണ്ട് അച്ഛൻ മകളെ വഴക്ക് പറഞ്ഞു. അവൾക്ക് ആ വഴക്ക് വന്നത് അവൾ ആ ഒരു സെൻസിൽ എടുത്തില്ല. നമ്മുടെ ഒരു ജനറേഷനിൽ നമ്മളെ ശാസിക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾ ആ ഒരു ഇതിലെ കുട്ടികൾക്ക്, പല കുട്ടികൾക്ക്, എല്ലാവർക്കും നല്ല കേട്ടോ, ആ ഒരു ആക്സെപ്റ്റൻസ് അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ അച്ഛനോട്. അച്ഛനോട് എങ്ങനെ പകരം വീട്ടെന്നുള്ള ചിന്തയായി. അങ്ങനെ ഈ പയ്യൻ ഓട്ടോ ഓടിക്കുന്നതാണ്. അപ്പോ രണ്ടാമതൊരു ചെറിയ മോളുണ്ട്. ഈ മോൾക്ക് എന്തോ പനിയായിട്ട് അച്ഛനും അമ്മയും കൂടെ ഓട്ടോയില് കുട്ടിയെ കൊണ്ടുപോയി തിരിച്ച് ഓട്ടോ ഗേറ്റിൽ. അപ്പൊ ഇവള് മാത്രമേ ഉള്ളൂ വീട്ടില്. ഇവള് എന്ത് ചെയ്തു, ജനലില് കുരുക്കൊക്കെ ഇട്ട് വെച്ച് റെഡി ആയി നിന്നു. ഓട്ടോ ജനലിത് ഗേറ്റിന്റെ അവിടെ വന്നു അവള് ജനലിലൂടെ കണ്ടു. ആ മൊമെന്റിൽ പോയി ഹാങ് ചെയ്തു. അതായത് വരുമ്പോ ഇവളുടെ ബോഡി കിടന്ന് ഇങ്ങനെ ഷിവർ ചെയ്യുന്നതാണ് ഇവർ കാണുന്നത്. എടുക്കുമ്പോ ചെറിയ രീതിയിൽ പൾസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കുട്ടി മരിച്ചു. പിന്നെ ഭയങ്കര ഗിൽട്ടി ഫീലിംഗ് ആയിരുന്നു എന്റെ ഒരു ഫ്രണ്ടിന്. ഫുൾ സ്റ്റാറ്റസ് ഇതാണ്, ദുഷ്ടനായ അച്ഛനാണ് ഞാൻ കൊലയാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ആളോട് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല. എന്നിട്ട് ഞാൻ പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വിളിച്ചപ്പോ സ്വയം പഴിക്കുക, ഞാൻ കാരണമാണ് മകൾ മരിച്ചത് എന്നുള്ള രീതിയിൽ സ്വയം ഇങ്ങനെ പഴിച്ചുകൊണ്ടേയിരിക്കുവാണ്. എന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞത്. സ്വയം ആ ഒരു ഗിൽട്ടി ഫീലിംഗിൽ ജീവിക്കുന്ന ഒരു അച്ഛൻ. കുറെയൊക്കെ ഇപ്പൊ മാറ്റം വന്നു, എന്നാലും ആ ഒരു ഇത് ഉള്ളിൽ നിന്ന് പോകില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു മെന്റൽ ഹെൽത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തും മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ചെറുപ്പം തുടങ്ങി അവരെ സ്നേഹത്തോടെ ശാസിക്കുമ്പോൾ അവർക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് വരണം. ഇതെന്തിനാണ് പറയുന്നത് അല്ലെ, കണ്ടിട്ടില്ലേ നമ്മൾ വഴക്ക് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവര് നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. ആ ഒരു സ്പേസ് നമ്മളും അവരും തമ്മിലുണ്ട്. നമ്മള് ശ്വാസിക്കണമില്ലാതെ. പക്ഷെ ഞാൻ അതിനർത്ഥം അവരെ അടിക്കുക, ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ എവിടെയെങ്കിലും വായിച്ചിട്ടു ഉറക്കെ അവരുടെ പേര് വിളിക്കുമ്പോഴേക്കും അവരങ്ങ് കൺട്രോൾ ആവും. എന്ത് കൺട്രോൾ ആവാൻ? കുട്ടികൾ പേടിച്ചു പോവല്ലേ ചെയ്യുന്നത്. അവര് ഞെട്ടിപ്പോവും. അന്നത്തെ രാത്രിയിൽ ഉറക്കം മുഴുവൻ അവർക്ക് ആ ഞെട്ടലായിരിക്കും. അവരെ സ്നേഹത്തോട് ശാസിക്കുക, അത് ആക്സെപ്റ്റബിൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ അവരുടെ ഓരോ മൂവ്മെന്റ്സും അവരുടെ ഓരോ ഭാവങ്ങളും നമുക്ക് മനസ്സിലാവും. ഇത് കുട്ടികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ലൈഫിന്റെ ഒരു നല്ലൊരു സ്പാൻ അവര് നല്ല ആക്റ്റീവായിട്ട് അങ്ങ് കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ അസുഖങ്ങളൊക്കെ ഇവരെ ബാധിക്കാൻ തുടങ്ങി. അവരാകെ, കാരണം അതുവരെ വളരെ ആരോഗ്യത്തോടെ നടന്നു, എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം അവർക്ക് കഴിക്കാൻ പറ്റി. പിന്നെ അസുഖമായപ്പോ ആകെ ലൈഫ് കൺട്രോൾ ആയി. ഡയറ്റ് കൺട്രോൾ, മൂവ്മെന്റ് കൺട്രോൾ, അങ്ങനെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ഇവരാകെ ബുദ്ധിമുട്ടിലായി പോകും. അവരും ഇതുപോലെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരെ. നമ്മളുടെ ചില ഫ്രണ്ട്സ് ഇല്ലേ, നമ്മളെ ഫോൺ ചെയ്യുമ്പോ നമ്മുടെ ശബ്ദം ഒന്ന് മാറുമ്പോ എന്ത് പറ്റി നിനക്ക്, എന്ത് സുഖമില്ലേ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ചോദിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ലൈഫ് പാർട്ട്നേഴ്സ് അവരും ചോദിക്കും ഇന്നെന്ത് പറ്റി. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിലുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾക്കും അങ്ങനെ ആരോടെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും. അപ്പോ ഇതെല്ലാം മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് വരും. കൈയും കാലൊക്കെ മുറിയുമ്പോ അവിടെ മരുന്നൊക്കെ ഉണ്ടാകും. പല ക്വാളിറ്റിയുള്ള പല കമ്പനികളുടെ മരുന്നൊക്കെ ഇറങ്ങുണ്ടാവും. പെട്ടെന്ന് ഹീലാവും, പെട്ടെന്ന് ആ സ്കാറ് മാറും ഒക്കെ ചെയ്യും. പക്ഷെ മനസ്സിന് മുറിവേക്കുന്നതിന് മരുന്ന് മനുഷ്യരേ ഉള്ളൂ, കടലാകുന്ന ചില മനുഷ്യരെ. അപ്പൊ അതാണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യില് ഇതൊരു ഡ്യൂട്ടി
ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുണ്ട്. നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. മെന്റൽ ഹൈജീൻ ആണ് ആ ഹെൽത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ ഒരു മാർഗം. നമ്മുടെ വെൽഫെയർ അത് ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പിലേക്കും ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്കും സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഇത് ഇൻഡിവിജ്വൽ മാത്രമല്ല, എന്റെ മാത്രം മെന്റൽ ഹെൽത്ത് എന്നല്ല, എന്റെയുമാണ്, എന്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും ക്ഷേമം, വെൽഫെയർ അതിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. അതാണ് മെന്റൽ ഹൈജീനെ പറ്റി ക്രോ ആൻഡ് ക്രൂ പറഞ്ഞ ഒരു ഡെഫിനേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു അടുത്തത്. മെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ മെന്റൽ ഹൈജീന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് വരുന്ന ഡിസോർഡേഴ്സ് പ്രിവെന്റ് ചെയ്യാം. ഇനി ഓക്കെ, പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ല, അതായി, അങ്ങനെ വരുമ്പോൾ അതിന് ശരിയായ രീതിയിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. ചിലതിന് മെഡിക്കേഷൻസ് വേണ്ടി വരില്ല, 1-2 സിറ്റിങ്സ് അവർ കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് ക്യൂർ ആകും. ഡിസോർഡേഴ്സ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് മരുന്നുകളുടെ ആവശ്യം വരുന്നത്. ശരിക്കും ഇങ്ങനെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ, പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഹൈജീൻ ആകുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ആകുകയാണ്. പിന്നെ ലൈഫിൽ പലതും എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മൾ പോകുന്നത് അല്ലേ. ചിലതൊക്കെ നമുക്ക് വളമാകും, നമ്മളെ തളർത്തുന്നതാണെങ്കിൽ ശരി, അതൊക്കെ വളമായി അതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എഴുന്നേറ്റ് വരുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. പിന്നെ ഇതൊരു ലൈഫ് ലേണിംഗ് പ്രോസസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോകും. നമുക്ക് എപ്പോഴും ഒരു പരസ്പരം വളർത്തുന്ന ഒരു മനഃശാസ്ത്രം, അതിലെ വക്താക്കളാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓരോരുത്തരും അതിലെ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ മാത്രം വളരെയല്ല, നമ്മുടെ ചുറ്റുമുള്ളതിനെ വളർത്തുന്ന ഒരു മനഃശാസ്ത്രമായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഗ്രൂപ്പ്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ നൈബർഹുഡ് ഉണ്ട്, നമ്മളൊരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അവിടെയുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ മാത്രം കാര്യം സേഫ് ആകുന്നുണ്ട്, നമ്മൾ ആ ഹോൾ ടീമിനെ നോക്കും. പലപ്പോഴും വർക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആവും, ചിലപ്പോൾ അത് ടീം വർക്കും ആകാറുണ്ട്. അപ്പൊ ഹോൾ ടീമിന്റെ ആ ഒരു മെന്റൽ ഹെൽത്ത് അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. മെന്റൽ ഹൈജീൻ ആൻഡ് മെന്റൽ ഹെൽത്ത് അതിനെ കെയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി പിന്നെ പലപ്പോഴും മെഡിസിനൽ ആപ്ലിക്കേഷൻസ് ഒക്കെ മെഡിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. പിന്നെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് പറ്റുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാം. ഈ പറയുന്ന നമ്മളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു ഇതില് വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രെയർ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അതിനകത്ത് തന്നെ വർഷിപ്പ്, നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ വർഷിപ്പ് ചെയ്യാനായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യും. വീട്ടിൽ നമുക്ക് അതിൻ്റെതായ സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യും, കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം മെത്തേഡ്സ്, എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് സ്വീകരിക്കാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റിയതായിരുന്നു. ചിലത് നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഒഴിവാക്കാം. ആ ഒരു റിലേഷൻ ടോക്സിക് ആണ്, നമ്മളെ വളർത്തുന്നില്ല, നമ്മൾക്ക് എന്നും ടെൻഷൻ തരുന്ന ഒരു ബന്ധമാണെങ്കിൽ. സുഹൃത്തുക്കളില് ചിലര് പറയുന്ന കേൾക്കാം, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാട്ടോ ഞാൻ കൂടുതൽ അത് പറയുന്നത്. കാരണം അതിന് പറയുന്നത് കേൾക്കാം, ഇങ്ങനെ നമ്മൾ എപ്പോഴും സാക്രിഫൈസ് ചെയ്യും, കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഫ്രം അവർ സൈഡാണ് ഫുൾ ടൈം സാക്രിഫൈസ് ആൻഡ് എപ്പോഴും ഇവരെ ഇങ്ങനെ എന്താ പറയാ, ഇവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ എപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് ബന്ധം നിലനിൽക്കുള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ ദാറ്റ്സ് നോട്ട് ഡൺ അല്ലെ. അത് കാരണം നമുക്ക് ഫുൾ ടെൻഷൻ ആണെങ്കിൽ എപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് എപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ അത് നമ്മൾ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കിട്ടുന്ന സമാധാനം വേറെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കണം. കോംപ്രമൈസ് എപ്പോഴും നല്ല. പൊരുത്തപ്പെടുക എന്നൊരു വാക്കുണ്ട് അല്ലെ, അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ. അറിയാം, മോണ്ടിസോറി പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു ഹ്യൂമൻ നേച്ചറിൽ വരേണ്ട ഒരു ടേം ആയിട്ട് പറഞ്ഞതായിരുന്നു
അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞതായിരുന്നു അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. അത് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമ്മൾ സ്ലീവ് ആകുക, സഹിക്കുക, സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ ഇഷ്ടത്തോടുകൂടി നമ്മളൊരു സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മളുടെ പ്രവൃത്തികൾ, സൊസൈറ്റിക്ക് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അല്ലേ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കും. സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പ്രവൃത്തികളായിരിക്കും അവർ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നു അതർ ഇൻഡിവിജ്വൽസിനെ. ഇതെല്ലാമാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. സോഷ്യലൈസ് ചെയ്യുന്നു ആളുകളുമായിട്ട്, ഇന്ററാക്ട് ചെയ്യുന്നു ആളുകളുമായിട്ട്. അതിന്റെ അർത്ഥം അമിതമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതല്ല. ആ ഒരു ഇന്ററാക്ഷൻ, വാട്ട് ഐ ക്യാൻ ഡു ഫോർ അതേഴ്സ് ആൻഡ് ഫോർ മൈസെൽഫ്, അതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ. മോണ്ടിസോറി പറയുന്ന കുട്ടികളിൽ ഇത് വളരെ കൂടുതലാണ്. ചെറുപ്പം തുടങ്ങി അവര് അഡാപ്റ്റഡ് ആകുവാണ്, അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകുവാണെങ്കിൽ വലുതാകുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത് സാഹചര്യം വന്നാലും അവർ പെട്ടെന്ന് അതുമായിട്ട് മേർജ് ആയി പോകും. ഇതിപ്പോ ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചാൽ കുപ്പിയുടെ ഷേപ്പ് ആവുന്ന പോലെ, വെള്ളം പോലെ എന്ന് പറയാം. അതേസമയം അങ്ങനെ അഡാപ്റ്റഡ് ആകാത്ത കുഞ്ഞുങ്ങളാണ് ഈ അഡൽട്സ് ആകുമ്പോൾ പലപ്പോഴും നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ പോവാണ്, ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ജോലി കിട്ടി വേറൊരു സ്ഥലത്ത് പോയി തന്നെ ജീവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് റൂം ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു അഡാപ്റ്റേഷൻ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ പൊരുത്തപ്പെട്ട് പോകുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു റിലീജിയസ് ബിലീഫിലെ മാരേജിൽ പറയുന്ന ഒരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നോ അങ്ങനെ എന്തോ ഒരു സെന്റൻസ് ഉണ്ട്, സിമിലർ ആയിട്ടൊരു സെന്റൻസ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അല്ലെ. പക്ഷെ അതിന്റെ അർത്ഥം ഒരു സൈഡ് മാത്രം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് ഒരു ലൈഫിൽ സന്തോഷത്തോടു കൂടി ഒരാളുടെ ഡിഫറൻസസ് മറ്റേയാൾ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അവരെ മാറ്റമാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമായിരിക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് മാറാനായിട്ട്. അതേസമയം അവിടെ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല മുന്നോട്ട് പോകാൻ. അതൊക്കെയാണ് ഈ മെന്റൽ ഹെൽത്ത് ഒക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി സ്കൂളുകളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്കൂളിലേക്കാണല്ലോ. സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് പറയുന്നത്? സ്കൂളിൽ പൊതുവെ പറ്റുന്ന ഒരു പ്രശ്നം, കുട്ടികൾക്ക് എപ്പോഴും ഫെയിൽ ആകുമോ എന്ന് പേടി. സബ്ജക്റ്റ് ഭയങ്കര ഹാർഡായിട്ട് തോന്നാം. സംടൈംസ് ഇത് എന്താ പറയാ അൺപ്ലസന്റ് അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ ഉണ്ടാകാം, പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചർ. ഇതെല്ലാം കുട്ടിയെ ബാധിക്കും. ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി, പിന്നെ മാർക്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു, അക്കാദമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കുട്ടിക്ക് ചിലപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് താല്പര്യം ഉണ്ടാവും, അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പൊ സ്കൂളിലൊരു ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും കുട്ടിക്ക് പേടിയായിരിക്കും, ഫെയിലിയർ ആയി പോകുമോ എന്നുള്ള പേടി. ചില കുട്ടികൾ ഓടിപ്പോകാം, അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വരാം. ശരിക്കും ആ ഒരു സ്കൂളിന്റെ എൻവയോൺമെന്റ് ശരിയല്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഓക്കെ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം മീഡിയത്തിൽ 94 ബാച്ച് ആയിരുന്നു SLC പാസ്സായത്, 1994. എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങൾ 9th ആയ സമയത്ത് ഓടി ചെന്നൈയിലേക്ക് എന്തോ ആണ് ഒളിച്ചോടി പോവുക ചെയ്തത്. പിന്നെ ആൾക്കാർ കുറെ നാളൊക്കെ കഴിഞ്ഞ് കണ്ടു. പിന്നെ അവിടെ നിന്ന് മുംബൈക്ക് പോവോ എന്തോ ചെയ്തു, കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും 10th ആയി. പിന്നെ 10th അവിടെ പഠിച്ചു. ഞങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ. ആൾക്ക് പഠിക്കാനൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ. വർഷം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ അവന്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഇവന്റെ കാര്യം ഒന്ന് ചോദിച്ചു. അന്ന് നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോ ഇങ്ങനെ ഓടിപ്പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, അവൻ ഇപ്പൊ എവിടെയാ, എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ആള് മരിച്ചുപോയി. പെട്ടെന്ന് ഒന്നും കേട്ടില്ല. ആ സ്കൂള് കഴിഞ്ഞപ്പോ എന്നെ ഇവരെ പറ്റി അറിഞ്ഞില്ല. അപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി സ്കൂള് കഴിഞ്ഞത് അവൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓടിപ്പോയതാണല്ലോ ചെന്നൈക്ക്. അത് പോകാൻ കാരണം വീട്ടിൽ നിന്ന് എന്തോ വഴക്ക് പറഞ്ഞു, അങ്ങനെ എന്തോ ഇഷ്യൂ ആണ്, എനിക്ക് ഓർമ്മയില്ല. ഇവൻ നേരെ സ്കൂള് കഴിഞ്ഞതും പിന്നെ പല ജോലികൾ, ഡ്രൈവർ, അങ്ങനെ പല ജോലിയൊന്നും പഠിക്കാനൊന്നും പോയൊന്നുമില്ല. ആ മറ്റേ ഇൻസിഡന്റിന്റെ ട്രോമയിൽ തന്നെ പോകുന്നുണ്ട് ആള്, ശരിക്കും പോകുന്നുണ്ടായിരുന്നു. പിന്നെ മുംബൈക്ക് പോയി. പിന്നെ അവിടെ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത ചില ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. ആള് HIV പോസിറ്റീവ് ആകുകയാണ് ചെയ്തത്.
അപ്പൊ അന്ന് ചെവി പോസിറ്റീവ് ആയിട്ടുള്ളത് നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ വീട്ടുകാർക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായി. അവരവിടെ നിന്നൊക്കെ വിറ്റ് വേറെ എങ്ങോട്ടോ പോയി. അങ്ങനെ ചെവി ഇതായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇവനെ അങ്ങനെ അസുഖം ബാധിച്ച് പിന്നെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുവാണല്ലോ, അങ്ങനെ മരിച്ചു. എന്തോ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പഠനകാലത്ത് അത് ആളുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ പല പല ഇൻസിഡൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി, ടീച്ചർമാരുടെ പെരുമാറ്റം പലപ്പോഴും നമുക്ക് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന വരെ 7th സ്റ്റാൻഡേർഡിൽ ഒരു ടീച്ചറുടെ സൈഡിൽ ഉണ്ടായിരുന്ന ഭാഗം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ നമ്മുടെ ഏതെങ്കിലും പഠിപ്പിക്കുന്ന ടീച്ചർ ലീവ് ആകുമ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചർ വരുമല്ലോ, നമ്മളെ പഠിപ്പിക്കാത്ത ആരെങ്കിലും ചിലപ്പോൾ വരും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പകരം മലയാളം, ഞങ്ങളെ പഠിപ്പിക്കാത്ത ഒരു മലയാളം ടീച്ചറാണ് വരുന്നത്. അവർക്ക് മലയാളത്തിനോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ, അപ്പൊ മലയാളത്തിനോട് സ്നേഹമുണ്ട്. ടീച്ചർ വന്ന് ഓരോരുത്തരെ പരിചയപ്പെടുത്തും. ഞാനിങ്ങനെ ഇരിക്കുന്നു, എന്റെ തൊട്ടിപ്പുറത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം എന്റെ പേര് ആദ്യം ചോദിച്ചു. എനിക്ക് അക്കാദമിക്സ് ഒക്കെ എന്റെ കുഴപ്പമൊന്നുമില്ല, ടീച്ചർമാരുടെ പെറ്റൊക്കെ ആയിരുന്നു. അപ്പൊ ആദ്യമായിട്ട് വരുവാണല്ലോ ഈ ടീച്ചർ, അവർക്ക് എന്നെ പറ്റി അറിയില്ലായിരിക്കും. എന്തോ 7th സ്റ്റാൻഡേർഡ് ആണ്. പേര് ചോദിച്ചപ്പോ ഞാൻ പേര് പറഞ്ഞു. അവരെന്താ പറയുന്നത്, അയ്യേ എന്തിനു കൊള്ളാം പേര്, ഒരർത്ഥം പോലും ഇല്ല, ഇങ്ങനെയൊക്കെയാണോ പേരിടുന്നത്? അപ്പൊ 7th സ്റ്റാൻഡേർഡിൽ എന്റെ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഊഹിക്കാം. 7th സ്റ്റാൻഡേർഡ് നല്ല ഏതൊരു പ്രായത്തിലും നമ്മളുടെ പേര് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ അപ്പൊ അവിടെ ഇരുന്ന് കരയോന്നൊക്കെ തന്നെ എനിക്ക് സംശയം തോന്നി. തൊട്ടപ്പുറത്ത് എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ എന്റെ നൈബറാണ്. അവളോട് പേര് ചോദിച്ചു. അവളുടെ പേരും ഈ ടീച്ചറുടെ പേരും ഒന്ന് തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു. അപ്പൊ ടീച്ചർ ഇതാണ് പേര്, ഇങ്ങനെയൊക്കെയാണ് പേരിടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ നടക്കണമൊന്നും ഞാൻ കേൾക്കണില്ല. എനിക്കിതിങ്ങനെ മനസ്സിലിങ്ങനെ ഞാനിങ്ങനെ ഇപ്പൊ കരയുന്നുള്ള രീതിയിലിരിക്കുക. വീട്ടിൽ ചെന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ എന്തിനാണ് എനിക്ക് ഈ പേരിട്ടത്, എനിക്ക് വേറെ പേരിട്ടായിരുന്നില്ല, എന്റെ പേര് ഇപ്പൊ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അച്ഛനും അമ്മയും ആകെ കൺഫ്യൂസ്ഡ് ആയി പേര് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ടീച്ചറെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ഓർക്കൂട്ടോ. അങ്ങനെ കുറെ നാള് കഴിഞ്ഞു, സ്കൂള് കഴിഞ്ഞു. അപ്പൊ അവര് ഒറ്റ ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. അവര് പഠിപ്പിക്കാൻ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞൊരു 10th കഴിഞ്ഞു. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്ന് ചെല്ലുമ്പോൾ അവിടെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണല്ലോ. അപ്പോഴാണ് എനിക്ക് എന്റെ പേരിന്റെ മഹത്വം മനസ്സിലായത്. കാരണം അവിടെ ക്രിസ്ത്യൻസിനും ജിഷ എന്ന് പേരുണ്ട്, മുസ്ലിംസിനും ജിഷ എന്ന് പേരുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പേരിന് ഒരു മതമില്ല. അപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്തു. അന്ന് അപ്പൊ അത്രയും വർഷങ്ങളോളം ഈ സംഭവം എന്നെ ഹോണ്ട് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു കുഞ്ഞിന്റെ അടുത്ത് നമ്മൾ പറയുമ്പോ അവർക്ക് നമ്മള് ജസ്റ്റ് കാഷ്വലി പറഞ്ഞു പോകുന്നതായിരിക്കും പലപ്പോഴും ഇവർക്ക് വേദന ഉണ്ടാവുന്നത്, അല്ലെ? അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കാഷ്വലി നമ്മുടെ ഒരു എക്സ്പ്രഷൻ തന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ വരും. ഇത് സ്കൂളിന്റെ ഒരു എൻവയോൺമെന്റില് കുട്ടികൾ സ്കൂളിലേക്ക് ആയി കഴിയുമ്പോൾ ഏറ്റവും അധികം ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണ്. തിരിച്ച് വീട്ടിൽ വരാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയങ്ങളെ അവർ ആക്റ്റീവ് ആയിട്ടുള്ളൂ. കളിക്കാൻ പോകും, ഹോംവർക്ക് ചെയ്യും, ഭക്ഷണം കഴിക്കും, പിന്നെ കിടന്നുറങ്ങും, അല്ലെ? അപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം സ്കൂളിലാണ്. അപ്പൊ ഒരു ടീച്ചറുടെ റോൾ എത്ര ഇമ്പോർട്ടൻസ് ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിൽ. അവര് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പൊ ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിൽ ഓരോരുത്തരിലും വരുന്ന റെസ്പോൺസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അത്രത്തോളം കമ്മിറ്റഡ് ആകണം, അല്ലെ? അപ്പൊ ആ കുട്ടിയുടെ മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തിന് ഒരു ടീച്ചർ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരുടെ ആ കുഞ്ഞിനെ നോക്കേണ്ട രീതിയിൽ സ്കൂളിന്റെ സറൗണ്ടിങ്സും മാറണം. ഒരു ഗുഡ് ഹെൽത്ത് കുട്ടികളുടെ ഡെവലപ്മെന്റിന്, മെന്റൽ ഹെൽത്ത് ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആയിട്ട് ആ സ്കൂള് മാറേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ്. അപ്പം സ്കൂളില് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സ്കൂളിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവളുടെ റോള് കുട്ടിക്ക് അങ്ങനെ ഇത് ഉറപ്പാക്കേണ്ട ഒരു റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നെക്സ്റ്റ്, നമ്മൾ ഇത്രയും നേരം മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു റൂട്ട് മീൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നെക്സ്റ്റ് ഹെഡിങ്ങിലും
ഇവിടെയും ഹൈജീൻ എന്നാക്കണേ. മെന്റൽ ഹൈജീൻ ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കെയർ ആൻഡ് പ്രൊമോഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് as well as the prevention of mental ill health. മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇല്ലാവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക. അതാണ് മെന്റൽ ഹൈജീന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്ര നേരം ഞാൻ പറയായിരുന്നില്ലേ. നെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? മെന്റൽ ഹൈജീൻ എന്ന് കറക്റ്റ് ചെയ്യുക. അത് മാത്രമല്ല 1 2 3 4 5 6th ലൈനില് അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്റ്റ്ലി എന്ന് പറഞ്ഞു വരുന്ന ലൈനില് മെന്റൽ ഹെൽത്ത് എന്ന് ചേർക്കുക കേട്ടോ. മെന്റൽ ഈസ് ദ എബിലിറ്റി എന്ന് വരുന്നുണ്ട്, അവിടെ മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി അങ്ങനെ ചേർക്കുക. വായിക്കാം. വായിക്കും. Mental hygiene is the science that deals with the care and the promotions of mental health as well as the prevention of mental ill health. The aim of the mental hygiene is to try to achieve better mental health. Mental health is the process of continuous adjustment to the environment by the individual. Mental hygiene is the means of attaining healthy personal and social adjustment. According to the Kurtz and Mosolis, mental health is the ability to adjust satisfactorily to the various strains of the environment we meet in the life, and the mental hygiene is the means we to take to assure this adjustment. In short, mental health is the means we take to assure this adjustment. In short, mental hygiene and the mental health may be differentiated as means and ends. Mental hygiene is a means to make people conscious of mental health. It's provide means and measures to attain mental health. ഓക്കെ, സോ മെന്റൽ ഹൈജീൻ അതൊരു സയൻസ് ആണ്. അത് മെന്റൽ ഹെൽത്തിന്റെ കെയറും അതിന്റെ പ്രൊമോഷനും അതുപോലെ തന്നെ മെന്റൽ ഇൽ ഹെൽത്ത് ആകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സയൻസ്, അത് ഡീൽ ചെയ്യുന്നതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബെറ്റർ മെന്റൽ ഹെൽത്ത് ഉറപ്പാക്കുക, അതാണ് മെന്റൽ ഹൈജീൻ ട്രൈ ചെയ്യുന്നത്. ത്രൂ മെന്റൽ ഹൈജീൻ നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കുന്നു. അപ്പൊ മാർഗം, നമുക്ക് എന്ത് ലക്ഷ്യത്തിലേക്ക് എത്താനും മാർഗമുണ്ട് അല്ലെ. റൂട്ട്സ്, മീൻസ്, ബേസ്, ആ മാർഗമാണ് മെന്റൽ ഹൈജീൻ. നമ്മൾ എത്തുന്ന ലക്ഷ്യം മെന്റൽ ഹെൽത്ത്. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ? ചോദിക്കൂ. മിസ്, ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഡിഫറൻസ് പറയുന്ന സമയത്ത് മെന്റൽ ഹെൽത്തിലേക്കുള്ള റൂട്ടാണ് ഹൈജീൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്കിപ്പോ ഒരു ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആ അവസ്ഥ ആണ് മെന്റൽ ഹെൽത്ത്. അതിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് തീരുമാനിച്ചാൽ അതാണ് ഹൈജീൻ, അങ്ങനെയാണോ മാം? അതെ അതെ, നമ്മൾ അതിന് സ്വീകരിക്കുന്ന മാർഗം. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെപ്പോഴും ഓൾവേസ് എവേ ഫ്രം നെഗറ്റീവ് തോട്ട്സ്, അത് മെന്റൽ ഹൈജീൻ ഇംപ്രൂവ് ആകാനുള്ള ഒരു മാർഗമാണല്ലോ. അതായത് നമ്മളിപ്പം പിന്നെ ന്യൂട്രീഷ്യസ് അല്ലാത്ത ഭക്ഷണം, പോഷകങ്ങളില്ലാത്ത മാൽ ന്യൂട്രീഷൻ, അതായത് ന്യൂട്രീഷൻ കുറഞ്ഞ കുട്ടികൾക്ക് പോഷകങ്ങൾ കുറയുമ്പോൾ അവരുടെ ആരോഗ്യം മോശമാവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് ന്യൂട്രിയൻസ് വന്നാലാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് നന്നാവുള്ളൂ. ആ പോസിറ്റീവ് ന്യൂട്രിയൻസ് നമുക്ക് വരണമെങ്കിൽ നമ്മളുടെ മെന്റൽ ഹൈജീൻ അതുപോലെ നന്നായിരിക്കണം. പോസിറ്റീവ് ന്യൂട്രിയൻസിനെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെന്റൽ ഹൈജീന്റെ ഒരു സ്കെയില്, ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്, ഒരു റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് മെന്റൽ ഹൈജീൻ താഴേക്ക് പോകുന്നു. ഇൻ എഫക്ട് അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. റൂട്ട്സ്, മീൻസ്, വേസ്, ഇത് കൂടുതൽ ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ മെഡിക്കേഷൻസ്, തെറാപ്പി, അങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ ഒക്കെ കാണുന്നത്. പക്ഷെ അവിടം വരെ വേഴ്സ്റ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ചില ആളുകള് ചിലർ കോൺഷ്യസ് ആണ് നമ്മുടെ അവസ്ഥയെ കുറിച്ച്, മെന്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. ഞാനിപ്പോ നല്ല മൂഡിലല്ല, സോ നമുക്ക് പിന്നീട് സംസാരിക്കാം.
നമ്മൾ അവർക്ക് ടൈം കൊടുക്കുവാണ്. കാരണം അയാൾക്ക് അത് മതിയാവും. കുറച്ച് സമയം അയാളൊന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴോ ഓക്കെ. എന്നിട്ടും അയാൾ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ ചിലർ കോൺഷ്യസ് ആയിരിക്കും, എനിക്ക് കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്കിരുന്നാൽ ഞാനൊന്ന് ശരിയാകും, ഞാനൊന്ന് ഓക്കെ ആകും, അല്ലെങ്കിൽ ഞാൻ ഉറക്ക കരഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും സംസാരിച്ച, അത് നമ്മള് കോൺഷ്യസ് ആണ്. പക്ഷെ ആ നമ്മളുടെ കോൺഷ്യസ് സ്റ്റേറ്റ് അങ്ങ് പോവുകയാണ്. നമ്മൾ സെൻസ്ലെസ് ആയി പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മെഡിക്കേഷൻ, അത് എക്സ്റ്റേണൽ സപ്പോർട്ട് ഒക്കെ വേണ്ടി വരുന്നത്. പലപ്പോഴും ലോൺലി ആയി പോകുന്ന ആളുകളിലാട്ടോ. അതേസമയം നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ, നല്ലൊരു സുഹൃത്ത് വലയങ്ങളിലാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ അധികം ഉണ്ടാവില്ല. അവിടെ മരുന്നായിട്ട് മനുഷ്യരുണ്ടാവും. അങ്ങനെ ഇല്ലാതെ വരുന്ന, ആരും ശ്രദ്ധിക്കാതെ പോകുന്നവരിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും പാരന്റ്സ് ബിസി, ജോലി തിരക്കുകൾ, അങ്ങനെ ഇങ്ങനെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ലോൺലി ആയി പോവാറില്ലേ. അവർ ആശ്വാസം കണ്ടെത്താൻ പല പല മാർഗങ്ങൾ തേടും. അത് നല്ലൊരു ടീച്ചറെയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അത് അവർ കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സും നല്ലൊരു സുഹൃത്ത് വലയമാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ പോകും. അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെന്ന് വെച്ചോ, അവിടെയും അവർ മാനേജബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം അല്ലാതെ വരുമ്പോഴാണ് അവർ റോങ് ഹാൻഡുകളിലേക്ക് എത്തപ്പെടും. ചിലപ്പോ ഏതെങ്കിലും മീഡിയാസ് ആയിരിക്കും അവരതിന് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും പല വഴികളിലേക്കായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടോന്നറിയില്ല, ഒരു കുട്ടി നല്ലപോലെ കവിത എഴുതുമായിരുന്നു. ഞാൻ വായിച്ചതാണ്. നല്ല പോലെ കവിത എഴുതും. വളരെ കുറച്ചേ ഉള്ളൂ അവളുടെ കവിതയിലെ സ്റ്റാൻസ്. പക്ഷെ ഇത് കേൾക്കാൻ വീട്ടുകാർ തയ്യാറല്ല, ഫ്രണ്ട്സ് തയ്യാറല്ല, ടീച്ചർമാർക്കും പറയും സമയമില്ലോ, ഓ നിന്റെ ഒരു പൊട്ടത്തരം, അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കുട്ടിയെ. പക്ഷെ അവൾ അത്രയും ഉള്ളിന്ന് എഴുതുന്ന കവിതകളാണ്. ഇത് കേൾക്കാൻ ഒരു ബസ് കണ്ടക്ടർ സമയമുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുട്ടി ഹാങ് ചെയ്തു മരിച്ചു. കാരണം ബസ് കണ്ടക്ടറുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവള് കേൾക്കാൻ റെഡിയായ ഒന്നാള് അവള് സർവവും അങ്ങോട്ട് അയാളിലേക്ക് ആയിക്കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഉദ്ദേശം വേറെയായിരുന്നു. അങ്ങനെ വന്നപ്പോ ഈ കുട്ടി സൂസൈഡ് ചെയ്യുന്നപ്പോ അവളെ കേൾക്കാൻ ആ ഒരു സമയം കണ്ടെത്താൻ അവളുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല. കേൾക്കാൻ തയ്യാറായ ആളെ തേടി അവള് പോയപ്പോ അത് റോങ് ഹാൻഡായി. വീട്ടില് പലപ്പോഴും കുഞ്ഞുങ്ങള് ചിലപ്പോ സ്കൂളിൽ നിന്ന് വരുമ്പോ, ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോ അവർക്ക് കുറേ കഥകൾ പറയാനുണ്ടാവും. കുറേ ഉണ്ടാവും. ചിലപ്പോ ക്രിയേറ്റ് ചെയ്തൊക്കെ അവര് പറയണ്ടാവും കേട്ടോ കഥകള്. ചിലപ്പോ റബ്ബർ പോയിട്ടുണ്ടാവും. അപ്പൊ വഴക്ക് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഇവര് നല്ല കഥകൾ പറയും. നമ്മളത് കേട്ടിരിക്കണം, നമുക്കറിയാം എന്താ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്ലാതെയും വീട്ടില് ടീച്ചർ കൊടുത്ത സാരി, ടീച്ചർ ചിരിച്ചു, ടീച്ചർ കഥ പറഞ്ഞു, ടീച്ചർ പാട്ട് പാടി, ഇതൊക്കെ അവര് പറയണ്ടാവും. അതൊക്കെ കേൾക്കണം അല്ലെ. ഈ കുഞ്ഞൊരു കാര്യം പറയാൻ വരുമ്പോൾ അച്ഛനൊരു മൊബൈലിൽ, അമ്മ ഒരു മൊബൈലിൽ, അവര് തിരക്കാണ്. കാരണം പണ്ട് കേട്ടൊരു വഴക്കുണ്ടാവും, നീ ഒന്ന് മാർക്ക്, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയും. രണ്ടാമത്തെ ദിവസം കുട്ടി വരും, നോക്കുവോ അപ്പോഴും അച്ഛനും അമ്മയും രണ്ട് സൈഡിലിട്ട് മൊബൈല് നോക്കുക, ഇന്നും അവര് തിരക്കാം. മൂന്നാമത്തെ ദിവസം കുട്ടി വരും, അപ്പോഴും രണ്ടുപേരും മൊബൈലില്, ഇന്നും അവര് തിരക്കാം. നാലാമത്തെ ദിവസം പിന്നെ കുട്ടി വരില്ല, വേറെ ആരോടെങ്കിലും പറയാനായിട്ട് പോകും. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത്. അപ്പൊ നല്ലൊരു കുടുംബാന്തരീക്ഷം, നല്ല സുഹൃത്ത് വലയങ്ങള്. എന്റെ മോള് 10th വരെ, LKG തുടങ്ങി 10th വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളുമായിട്ട് നമുക്ക് അത്രയും ബന്ധമുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അവള് 10th കഴിയാറായപ്പോ ഞാൻ പറയും, ഈ സ്കൂളിന്റെ ഗേറ്റ് കടന്ന്, അങ്ങനെ +1 +2 അവിടെ ഇല്ല, കഴിഞ്ഞാൽ നീ വേറൊരു ലോകത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഓർക്കണം, ഇവിടെ ആൺകുട്ടികൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത പോലെ ആകണം എന്നില്ല. മേ ബി ഞാൻ പറഞ്ഞോളൂ, നമുക്കറിയില്ലല്ലോ, ആകണമെന്നില്ല. ഇനി ചെല്ലുന്നിടങ്ങളിൽ എങ്ങനെയാണ് അപ്രോച്ച്, ഒരാൾ അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ അത് എന്തിനാന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം തോന്നും. ഞാൻ ഹോസ്റ്റലിൽ നിന്നാട്ടോ പഠിച്ചേ, +1 +2. അപ്പോ ഫസ്റ്റ് മന്ത് എന്നല്ല, കോള് വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എന്നെ കാര്യം എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് വളരെ ശരിയാ, ഈ ബോയ്സ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നതേ വേറെ ഉദ്ദേശം കൊണ്ടാ, സിൻസിയർ ആയിട്ടൊന്നും അല്ലാട്ടോ. സിൻസിയർ ആയിട്ടുള്ളത് 1-2 പേര് മാത്രമേ ഉള്ളൂ. ഇത് വേറൊരു ലോകമാണ്, ഞാൻ 10 വരെ പഠിച്ച എന്റെ ലോകമല്ല ഇതെന്ന് പറഞ്ഞിട്ട് ആ ഒരു തിരിച്ചറിവ്, ആ ഒരു സെൻസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. യെസ്, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റോങ് എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അവര് മീൻസ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ആ തോട്ടല്ല, അതിനു മുമ്പ് മനസ്സിലാണ്, യെസ് ഇത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്.
അത് നമ്മളുടെ നമ്മള് ഫോളോ ചെയ്യുന്ന ബിലീഫ് ട്രഡീഷൻസ് ഒക്കെ അവരെ ഇമ്പാക്ട് ചെയ്യും, അവരിലെ മോറൽ വാല്യൂസ് വരുത്തും. അതൊക്കെ ഫോളോ ചെയ്യട്ടെ അവര്, അതൊക്കെ ഫോളോ ചെയ്യട്ടെ. എല്ലാ റിലീജിയനിലും പറയുന്നത് എന്താണ്? ബ്രദർഹുഡ്, പീസ്, ലവ്, കെയർ, ഹാർമണി ഒക്കെ തന്നെയാണ്. അല്ലാണ്ട് ആരെയും ചീറ്റ് ചെയ്യാനൊന്നും ഒരു ഇതിലും പറയണില്ല. പലതും ആൾക്കാർ വളച്ചൊടിക്കുന്നതാണ്. ആ ഒരു ട്രഡീഷൻസും ബിലീഫും എല്ലാം നല്ല രീതിയിൽ അവരെ പോസിറ്റീവായിട്ട് വളർത്താൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. മോറൽ വാല്യൂസ് അവർക്ക് ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അതിലൂടെയാണ് അവർക്ക് മോറൽ വാല്യൂസ് വരുന്നത്. അപ്പൊ ഒരിക്കലും അവരൊരു കുഞ്ഞു ഉറുമ്പിനെ പോലും ചവിട്ടിയരയ്ക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. തുമ്പിയെ കൊണ്ട് അങ്ങനെ ഒന്നും അവർ ചെയ്യില്ല. അതൊക്കെ അവർക്ക് കൗതുകങ്ങൾ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഉപദ്രവിക്കാൻ ഒട്ടും അവരുടെ മനസ്സ് വരില്ല. അത്ര പ്യൂരിഫൈഡ് ആയിരിക്കണം. പക്ഷെ അതിനൊപ്പം നമ്മൾ പഠിപ്പിക്കണം അവർ വലുതാവുമ്പോ, നിങ്ങൾ ആരെയും പറ്റിക്കരുത്, പക്ഷെ നിങ്ങളെ ആരും പറ്റിക്കും പാടില്ല, അതും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒത്തിരി പാവങ്ങളായി പോവില്ലേ? നിങ്ങളെ ആരും പറ്റിക്കരുത്, നിങ്ങളും ആരെയും പറ്റിക്കരുത്. ആ ഒരു രീതിയിൽ അത് മനസ്സിലുണ്ടാവണം. നമുക്ക് നമ്മുടെ ഈ മെത്തേഡില് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ തരാം. റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോ ഈ വൈവ സമയമാകുമ്പോ മിസ് ഞാൻ കാണിച്ചു തരണോ റെക്കോർഡ് അസൈൻമെന്റ്? ഇങ്ങനെ ഫേസ് ടു ഫേസ് ആണല്ലോ ഗൂഗിൾ മീറ്റ്. ഇങ്ങനെ കാണണ്ട. ഐ ട്രസ്റ്റ് യു. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. സോ ആ ഒരു ട്രസ്റ്റ്, അതാണ് വേണ്ടത്. തമ്മിൽ ആ ഒരു ട്രസ്റ്റ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഷോ മീ. കാരണം അതെനിക്ക് അവരോട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. പക്ഷെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ടേബിളിന്റെ പുറത്ത്, അല്ലെങ്കിൽ ബെഡ് നിറയെ പിന്നെ ഹാങ് ചെയ്തിട്ടുണ്ടത്, അങ്ങനെയൊക്കെ ആക്കി ഒരു റൂം മുഴുവൻ സെറ്റ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ചിലർ വരുന്നത്. കുറെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അത് മിസ് ഒന്ന് കാണണം, അപ്പൊ മാത്രം ഞാൻ എന്താ കാണിക്കൂ എന്ന് പറയാറുള്ളൂ. മറ്റേതൊന്നും ഞാൻ ചെയ്ത അസൈൻമെന്റ് എന്നെ ഒന്ന് കാണിച്ചു തന്നോ, അല്ലെങ്കിൽ റെക്കോർഡ് എഴുതിയേക്കണം മുഴുവൻ എനിക്ക് കാണും, ഒന്നും പറയില്ല. ദാറ്റ് ട്രസ്റ്റ് ആണ് ബിറ്റ്വീൻ അസ്. കാരണം അത് ചെയ്യുന്നത് ഫോർ അവർ സെൽഫ് ആണ് അല്ലെ. കഴിഞ്ഞ ദിവസം ഏതൊരു ബാച്ചിൽ നിന്ന് മെസ്സേജ് വന്നേ, അവരുടെ കോഴ്സ് തീരാറായി വൈവയാണ്. മിസ് അസൈൻമെന്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊന്നും പഠിക്കാൻ ഞാൻ നിർബന്ധിക്കാറില്ല, പരീക്ഷ എഴുതാൻ നിർബന്ധിക്കാറില്ല, അസൈൻമെന്റ് എഴുതണം നിർബന്ധിക്കാറില്ല, റെക്കോർഡ് എഴുതാനൊക്കെ നിർബന്ധമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റ വോയിസ് ആയിരുന്നു, ഞാൻ ഒറ്റ സെന്റൻസ് ഇങ്ങനെ എത്തി. എനിക്ക് ഇതിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ അസ് എഴുതി. ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ ഒരു മെസ്സേജ് തിരിച്ച് റിപ്ലൈ വന്നു. അത് ഒന്നും നമ്മള് ഗൂഗിള് സെർച്ച് ചെയ്ത് ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ അസൈൻമെന്റ്സ് ആരും ടീച്ചേഴ്സ് തരില്ല. അത് നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്നു, വാട്ട് യു വിൽ ഡു? ഇത് നമുക്ക് ഗൂഗിള് സെർച്ച് ചെയ്ത് എഴുതേണ്ട കാര്യമാണോ? എയോട് ചോദിക്കേണ്ട കാര്യമാണോ? ആലോചിക്കുക. ശരിയാണല്ലോ, എന്റെ മുന്നിൽ നിന്നൊരു കുട്ടീന് ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ആ ഒരു ഡേ ആണല്ലോ ഇന്ന്, ജൂൺ 12. അങ്ങനെ വന്നു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം? നമ്മളത് ചിന്തിക്കുക. നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. ശരിയാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കുട്ടി മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ചാണ് ആൻസർ ചെയ്തത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോള് നിങ്ങളുടെ കയ്യിലാണോ? ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ട് ടെൻഷൻ ആയാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ കയ്യിലല്ലേ. ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ശരിയായി നിങ്ങൾക്ക് പറ്റുമോ? അത് നമ്മളുടെ മനസ്സിന്റെ കാര്യമാണ്. ശരിയാ, എന്റെ സന്തോഷം പലരും കൺട്രോൾ ചെയ്യാറുണ്ട്. എനിക്ക് പലപ്പോഴും പല ആളുകളും പലതും പറയുന്നത് കേട്ട് ഞാൻ ഡൗൺ ആവാറുണ്ട്. സോ എന്റെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിൽ. അപ്പൊ വേറൊരാൾ പറയും, ഇന്നലെ വരെ അവരുടെ കയ്യിലായിരുന്നു, ഇന്ന് തുടങ്ങി ഞാൻ സമ്മതിക്കില്ല, അത് എന്റെ കയ്യിൽ തന്നെ വെക്കും. അതാണ് ഇറ്റ്സ് അവർ തോട്ട്സ്, നമ്മുടെ ഇമാജിനേഷൻ ആണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണതും. റെക്കോർഡ് എഴുതാൻ പറയുന്നു, ഒരു കഥ എഴുതാനായിട്ട് പറയുന്നു, എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കഥ കിട്ടും. നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തൊരു കഥ എഴുതാനായിട്ട് പറഞ്ഞു. എത്രയോ പേര് മനോഹരമായി കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? ചിലത് കഥയൊക്കെ കേൾക്കാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കൂട്ടോ. അപ്പൊ ഇങ്ങനെ കഥ പറയാം, ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു, ആ കുരങ്ങൻ ഒരു മുന്തിരിത്തോപ്പില് ചെന്നു, അപ്പൊ മുന്തിരി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, അവിടെ പക്ഷെ കുറുക്കനായിരുന്നല്ലോ. കഥേനെ മാറ്റിയതാ, കുറുക്കന് പകരം കുരങ്ങനായി. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കഥ, ഭയങ്കര രസമായിരുന്നു കേട്ടോ കഥ. നമ്മൾ പണ്ട് തുടങ്ങിയേ കേൾക്കുന്ന ആമയും മുയലും കഥയുണ്ടല്ലോ. മുയൽ ഉറങ്ങിപ്പോയി, ആമ ജയിച്ചു. ഓക്കെ, അങ്ങനെ കഥ വന്നു. അപ്പം അതിന് പകരം വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തതാണ് ഓട്ട മത്സരത്തിന് പകരം നീന്തൽ മത്സരം, ആമയും മുയലും കൂടിയിട്ട്.
അത് ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രസന്റേഷൻ, ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കണമല്ലോ മാർക്ക്. അതാണ് ക്രിയേറ്റിവിറ്റി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവര് ഭയങ്കര രസമായിട്ട് ഇതാകും. വേറൊരു ടീച്ചർ ഒരു കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ റെക്കോർഡ് കൊടുക്കുമ്പോൾ പറയും, നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുന്ന പോലെ നിങ്ങൾ കഥ എഴുതണം, അവർക്ക് ഡൈജസ്റ്റ് ആകണം കേട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു തോട്ട് അനുസരിച്ചില്ല, കുഞ്ഞിനെ പോലെ ചിന്തിച്ച് നമ്മൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയായിരുന്നു, ഞാൻ എഴുതി വന്നപ്പോ എനിക്ക് അങ്ങനെ പറ്റിയില്ല. കഥ എഴുതിയത് ഇത്രയേ ഉള്ളൂ, ഒരു ഒരു മോനും അപ്പൂപ്പനും. ഈ അപ്പൂപ്പനെ എപ്പോഴും കൊച്ചുമോൻ പറ്റിക്കും. ശരിക്കും ചീറ്റിംഗ് തന്നെയാണ്, പറ്റിക്കും. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പൻ വളരെ നിഷ്കളങ്കമായിട്ട് ഈ പറ്റിക്കപ്പെടലിന് നിന്നും കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര വിഷമായി. ഇവനത് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആയി. അപ്പൂപ്പനോട് ക്ഷമ പറയണതും അപ്പൂപ്പൻ കൊച്ചുമോനെ ഹഗ് ചെയ്യണതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ പറഞ്ഞു കൊടുത്താൽ ശരിയാകൂ, എന്നാലും പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് സ്കൂളിൽ ഈ കഥ പ്രസന്റ് ചെയ്തു. ഇവര് ഈ നമ്മുടെ ട്രെയിനി പ്രസന്റ് ചെയ്തപ്പോ ഈ കുട്ടി പറയാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴാണ് കേട്ടോ കഥ പറഞ്ഞ് അന്ന് തുടങ്ങി ടീച്ചിങ് പ്രാക്ടീസ് തീരുന്ന അന്ന് വരെ റിപ്പീറ്റ് ചെയ്യിക്കുമായിരുന്നു ഈ കഥ. ഒന്നും കൂടെ പറയാമോ എന്ന് പറഞ്ഞിട്ട് ഇത് പറയുമ്പോ ആ ട്രെയിനിയുടെ കണ്ണീര് ഇങ്ങനെ കണ്ണുനീരൊക്കെ നിറയുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. അങ്ങനെ എല്ലാ ദിവസവും അവർക്ക് ഈ കഥ കേൾക്കണം. വിചാരിച്ച കുട്ടികൾക്കും അല്ല അമ്മയുടെ മുയലിന്റെയോ സിംഹത്തിന്റെയോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കഥകളായിരിക്കും ഇഷ്ടം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനിങ്ങനെ ഒരു തോട്ടിൽ അങ്ങ് എഴുതിയതാണ്. ആളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തല്ലോ. ഓക്കെ, മേ ബി അവരുടെ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരിക്കും, അവരൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതല്ലേ അതിന്റെ ഒരു ഫ്രൂട്ട്, ആ കിട്ടിയ ഒരു റിസൾട്ട്. അപ്പൊ അതാണ്. അപ്പോ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞു വന്നത് ഏതൊരു സിറ്റുവേഷനിലും. ഓക്കെ, ഞാൻ മൈൻഡപ്പ് ചെയ്യുക, കാരണം എനിക്ക് കറക്റ്റ് ഒമ്പടിക്കൊരു ക്ലാസ്സിലായിരുന്നു. നിങ്ങളോട് സംസാരിച്ചിരുന്ന സമയം പോയി തന്നില്ല. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയാം മാം. മാം ഇന്ന് എടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ കുറെ വലിയ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അതിൽ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട്. അതായത് നമ്മുടെ ലൈഫിൽ പലരും പറയുന്ന ഒരു വാക്കാണ്, ലൈഫ് സ്റ്റക്ക് ആയി പോയി. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ലൈഫ് സ്റ്റക്ക് ആയി പോയി എന്ന് നമ്മൾ പറയും. പക്ഷെ ലൈഫ് അല്ല ആക്ച്വലി സ്റ്റക്ക് ആവുന്നത്, ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മളാണ് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു നിമിഷം അടുത്ത ഒരു സ്റ്റെപ്പ് ഒന്ന് എടുത്തു വച്ചാൽ ആ സ്റ്റക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവും. അപ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, നമ്മൾ സ്റ്റക്ക് ആവണോ അല്ല മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുപോലെ മാം ഇന്ന് എടുത്ത ഒരു കാര്യത്തിൽ മറ്റുള്ളവരെ കുറിച്ചും കൂടി നമ്മൾ കൺസേൺ ആവണം എന്നുള്ള പറഞ്ഞതിൽ എനിക്ക് കോട്ട് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ഒരു കുട്ടി ട്യൂഷന് വരുന്നുണ്ട്, പേര് ആരാധ്യ എന്നാണ്. അപ്പൊ ആ കുട്ടി 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. അപ്പൊ ആ കുട്ടി ട്യൂഷന് വന്ന് തുടങ്ങിയ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഒട്ടും പഠിക്കാത്ത ഒരു കുട്ടിയാണ്. ഒരുപാട് സ്കൂൾസ് ആ കുട്ടി ചേഞ്ച് ആയിട്ടുണ്ട്, ട്യൂഷൻ സെന്റേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ അവസാനം എന്റെ നൈബറും കൂടിയാണ്. എന്റെ അടുത്ത് വരുമ്പോൾ അവർ പറയണ 500 rupees ആണ് അവർ മുമ്പത്തെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കൊടുത്തിരുന്നത്. എനിക്ക് അവർ 1000 rupees വരെ തരാം, കാരണം എവിടെയും ഈ കുട്ടി പോയിട്ടും ശരിയാവുന്നില്ല. അപ്പോ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് ആ കുട്ടിയോട് ദേഷ്യം വന്നിരുന്നു, കാരണം ഒന്നും പഠിക്കില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ആ കുട്ടി നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പിന്നീട് ഒരു കാറ്റ് എന്ന് പോലും എഴുതാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു 6th സ്റ്റാൻഡേർഡിലാണല്ലോ ആ കുട്ടി പഠിക്കണേ, കാറ്റിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. കാറ്റ് എന്ന് പറഞ്ഞാൽ സി എന്നുള്ള ലെറ്റർ പോലും ആ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല. അന്ന് എന്റെ മൈൻഡിൽ വന്നതാണ് ഈ കുട്ടിക്ക് എന്തോ ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട്, അല്ലാതെ ഒരിക്കലും പഠിക്കാതിരിക്കുന്നതല്ല എന്നുള്ളത്. അങ്ങനെ ഈ കുട്ടി പതുക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, മെല്ലെ നമുക്കിത് ഞാൻ നിർത്തിക്കോട്ടെ, എനിക്കിങ്ങനെ കുറച്ച് തിരക്കുണ്ട്, മോണ്ടിസോറിയുടെ ഒരു കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ച് എന്നോട് പറഞ്ഞത്, ചേച്ചി ഇനി ഞാൻ പോയി ചാവുകയേ ഉള്ളൂ, കാരണം എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനും ചാവുന്ന്, ഞാൻ പഠിക്കാണ്ടായി കഴിഞ്ഞാൽ ഇനി സ്കൂള് മാറ്റാൻ പറ്റില്ല, ഇനി ട്യൂഷൻ ക്ലാസ് മാറ്റാൻ പറ്റില്ല, അപ്പൊ ചേച്ചി നിർത്തരുത്, നിർത്തിയാൽ ഞാൻ ചാവും. ഈ ഒരു ഡയലോഗ്സ് ഒരുപാട് തവണ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം എനിക്കും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി വരണ പോലെയാണ്. അവരുടെ പാരന്റ്സ് ഈ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് ആ കുട്ടീനെ നിർബന്ധിച്ച് ന്യൂസ് പേപ്പർ വായിപ്പിക്കുന്നുണ്ട്, അവര് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറുടെ നമ്പർ എടുത്തു, ആ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ക്ലാസ് ടീച്ചറും കൺഫേം ചെയ്തു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അത് പലതവണ അവര് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വീട്ടുകാരെ അത് കൺവിൻസ്ഡ് ആവുന്നില്ല, അത് ആ കുട്ടി പഠിക്കാത്തതാണ് അല്ലെങ്കിൽ കുട്ടിയുടെ മടി കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഉന്തിത്തള്ളി നിർബന്ധിച്ച് ഇങ്ങനെ സ്കൂളുകൾ മാറ്റിയും ട്യൂഷൻ സെന്ററുകൾ മാറ്റിയും കൊണ്ടും ഇരിക്കുന്നതാണ്.
അങ്ങനെ ആ കുട്ടിയുടെ അമ്മേനെ നേരിട്ട് ഞാൻ വിളിച്ച് ഞാനും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു. മേബിൾ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറിനെ. ആ ഡോക്ടറെ അവര് ചെന്ന് കാണിച്ചപ്പോൾ ഈ ഡിസബിലിറ്റി കൺഫേം ചെയ്തു. ആ കുട്ടി ആക്ച്വലി 2ാം ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടിയുടെ തിങ്കിങ് ലെവലും റൈറ്റിംഗ് സ്കില്ലും റീഡിംഗ് സ്കില്ലും ആ കുട്ടി എത്തിയിട്ടുള്ളൂ. അപ്പൊ ഡോക്ടർ ആ പാരന്റ്സിന് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു, 6ാം ക്ലാസ്സിലെ അല്ല നമ്മൾ മോളെ പഠിപ്പിക്കേണ്ടത്, 2ാം ക്ലാസ്സിൽ മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് വരണം എന്ന്. പിന്നെ അവരുടെ സ്കൂളിലെ കൗൺസിലറും ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവർ ഈ പാരന്റ്സിനെ പറഞ്ഞു മനസ്സിലാക്കി ടെൻഷൻ അടിക്കണ്ട, ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 10th സർട്ടിഫിക്കറ്റ് എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഒരു സ്ക്രൈബിനെ വെച്ചിട്ട് അവർക്ക് എഴുതാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ 10th ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറമെയാണ് ആ കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യണത്, അവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും ചെറിയൊരു ഷോപ്പിലെങ്കിലും ജോലി ചെയ്ത് അവൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തപ്പോ ഇപ്പൊ ആക്ച്വലി ആ കുട്ടി ഒരു സൂസൈഡ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നില്ല. ആ കുട്ടി വളരെ ഹാപ്പിയാണ്. നമ്മളിപ്പോ ഒരു LKG സ്റ്റുഡന്റിനെ പഠിപ്പിക്കണ പോലെയാണ് പഠിപ്പിച്ച് വരുന്നത്. ABCD എഴുതാനും അതുപോലെ A for ആപ്പിൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. കുട്ടിയുടെ വീട്ടുകാർ അവൾക്ക് പ്രഷർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് ഇപ്പോ. അവള് നല്ല ചിരിച്ചു കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട് മാം. അപ്പൊ അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഉള്ളത് ഞാൻ അഭിമാനിക്കുന്നു. വി ഓൾസോ പ്രൗഡ് ഓഫ് യു. ആക്ച്വലി നിങ്ങൾക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഞാൻ തന്നിട്ടില്ലല്ലോ ചെയ്യാനായിട്ട്. ലെറ്റേഴ്സ് തന്നിരുന്നു, മാം അല്ല തന്നത്. ലെറ്റേഴ്സ് സാൻഡ് പേപ്പർ ആണോ? അത് ആ അതെ. കുട്ടിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ശ്രീ അത് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ലെറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് മാം. അത് അതിലൊന്ന് ട്രേസ് ചെയ്യിച്ചു ട്രിഗർ ചെയ്യിക്കും Okay, ആളുടെ മൂവ്മെന്റ്സ്. നമുക്ക് നോക്കാം. ഓക്കെ, Okay, താങ്ക് യു സോ ma'am. മച്ച്. Thank you, ma'am. Thank you. താങ്ക് യു മാം.